and I would request our dear pastor to share the word of God for the message for this afternoon. താങ്ക് യു ജോയൽ. കർത്താവ് ഉപയോഗിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു മെസ്സേജ് കേൾക്കാൻ എത്ര പേര് തയ്യാറാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ദൈവദിനത്തിന് അതിൻ്റെ പ്രാധാന്യതയുണ്ട്. അല്പസമയം അവർ റെഡിയാകുമ്പോൾ അത് 10 മിനിറ്റിൽ താഴെ ഒരു ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Gospel of John chapter 1 verse 35, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 35-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. കാരണം നിങ്ങളെല്ലാം ഇത് ബൈബിളൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം ബാഗിൽ വെച്ചെന്നറിയാം. എങ്കിലും ഞാനത് വായിക്കാം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. 29-ാം വാക്യം, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. സാഹചര്യമെല്ലാം നന്നായിട്ട് മനസ്സിലായി. ഇവിടെ 2 ശക്തരായ ശുശ്രൂഷകരെ നമുക്കിവിടെ കാണാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ ഏകദേശം 20 വർഷത്തോളം മരുഭൂമിയിൽ താൻ അഭ്യസിച്ച്, അല്ലെങ്കിൽ മരുഭൂമിയിൽ താൻ ദൈവം അവനെ അയച്ച് ഒരു സന്യാസം അവൻ ചെയ്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർഡായി മരുഭൂമിയിൽ നിന്നും തൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ചെയ്ത് മുൻപോട്ട് പോകാൻ തുടങ്ങി. ചില ദിവസങ്ങൾ, ചില മാസങ്ങളായി അങ്ങനെ ശക്തമായ ഒരു ശുശ്രൂഷ യോഹന്നാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ യേശു ക്രിസ്തു 30 വർഷം ജീവിച്ച് ആത്മാവിനാൽ നിറയപ്പെട്ട്, ആത്മാവിനാൽ അല്ലെങ്കിൽ സ്നാനപ്പെട്ട് ആത്മാശക്തിയും ആത്മനിറവും പ്രാപിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. ഇവർ 2 പേരും കണ്ടുമുട്ടുന്ന ഒരു എൻകൗണ്ടറാണ്. ആ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ 20 ദിവസത്തെ ചരിത്രമാണ് സത്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം. പിറ്റേന്നാൾ നോക്കിയാണ് നമ്മൾ കാണുന്നത്. ചരിത്രം പറയുന്നു ഏകദേശം ഈ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയുടെ 20 ദിവസത്തെ ചരിത്രമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നോക്കുക, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ വലിയവനായ യോഹന്നാൻ നിന്ന് പ്രസംഗിക്കുന്നു. ഒരു വലിയ സമൂഹം തന്റെ ചുറ്റുമുണ്ട്. യോഹന്നാൻ അല്പം ശിഷ്യന്മാരെയും താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് താൻ ഒരു വലിയ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻട്രിയായി നമ്മൾ ഇവിടെ പ്രോഗ്രാം നടക്കുന്നത് പോലെ യേശു ക്രിസ്തു പതുക്കെ നടന്നു വരുന്നു. നടന്നു വരുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാണ്. വിളിച്ചു പറഞ്ഞു. എല്ലാവരും കേട്ടു. അപ്പോൾ യേശുവിന്റെ ആ ശബ്ദത്തിന് മാറ്റം, യേശുവിന്റെ ഫോക്കസ് തിരിഞ്ഞ് യോഹന്നാനിലേക്ക് എത്തി. ജനമെല്ലാം യോഹന്നാനിലേക്ക് നോക്കുന്നു. ആ ഇടിമുഴക്കുന്ന ശബ്ദത്തോടെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ ശബ്ദമൊക്കെ നമുക്കറിയാം, മൈക്കിന്റെ ആവശ്യമില്ല. അത്രമാത്രം ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാണ്. ജനമെല്ലാം ശ്രദ്ധിച്ചു, കേട്ടു. ജനമെല്ലാം മടങ്ങിപ്പോയി. യോഹന്നാൻ പിറ്റേ ദിവസവും, അതാണ് നമ്മൾ വായിച്ചത് 35-ാം വാക്യം, പിറ്റേ ദിവസവും അതേ സ്ഥലത്ത് വന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇതാ. അപ്പോൾ കൺവെൻഷൻ തുടങ്ങുന്നു, യേശുവിന് നോക്കണം. പ്രസംഗം തുടങ്ങുന്നു, യേശുവിനെ വരുന്നു. ആദ്യം തലേ ദിവസം വന്നു, വിളിച്ചു പറഞ്ഞു. 2-ാം ദിവസവും അതേ സ്ഥലത്ത് പിന്നെയും അവിടെ വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് യേശുവിന്റെ വരവ് കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ശബ്ദം ഹൃദയത്തിന്റെ അകത്തേക്ക്, ശിഷ്യന്മാർ അകത്തേക്ക് പതിഞ്ഞു. 2 പേർ ഈ ശബ്ദത്തെ തിരിച്ചറിഞ്ഞിട്ട്
ഈ ദൂതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയുന്നു, യേശുവേ, ഞങ്ങളും നിന്നോടൊപ്പം വരികയാണ്. ഇതിൽ നിന്നും ഇന്ന് പകലിൽ ദൈവസഭയോട് പറയാനുള്ള ദൂത് ഒന്നാമത്, നമ്മളെ ദൈവം ചില ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ ചെയ്യുന്നത് പോലെ ചില ദൗത്യങ്ങൾ എന്നിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം വിളിച്ചു പറഞ്ഞത് കൊണ്ട് ആ ദൂത് എല്ലാവരിലേക്ക് കൺവേ ചെയ്യണമെന്നില്ല. പിന്നെയും അവൻ ആ യോഹന്നാൻ വിളിച്ച് അതേ ദൂത് വിളിച്ചു പറയാൻ തയ്യാറായി. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് വിടുതൽ നടക്കണമെന്നില്ല, അല്ലെങ്കിൽ നടന്നില്ലെന്ന് വരാം. ഒരു ദിവസം ഒരാളോട് സുവിശേഷം പറഞ്ഞതുകൊണ്ട് മാറ്റം വന്നില്ലെന്ന് വരാം. പക്ഷെ നിർത്തരുത്. അകത്ത് ദൈവാത്മാവിന്റെ നിയോഗം അനുസരിച്ച് പ്രാർത്ഥിക്കാനും അവൻ ദൂത് പറയാനും ഈ സത്യം വിളിച്ചു പറയാനും ഞാൻ നിങ്ങൾ തയ്യാറായ ചിലരിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്താൻ എന്റെ ദൈവത്തിന് കഴിയും. രണ്ടാം ദിവസം വീണ്ടും യോഹന്നാൻ വിളിച്ചു പറഞ്ഞതാ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച വാക്യം ഇനി ഞാൻ പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിച്ച് അവൻ റെഡിയാവുമെന്ന് പറയണേ, അല്ലെങ്കിൽ ഞാൻ നീട്ടിക്കൊള്ളു. അപ്പോൾ ഇത് ചോദിക്കുക. അങ്ങനെ ജനം അവൻ രണ്ടാം ദിവസം നിൽക്കുന്നു. ഇനി ശ്രദ്ധിച്ച വാക്യം, രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ഇതാ യേശുവിനെ ഇത് കേട്ടപ്പോൾ യേശുവിനെ അനുഗമിച്ചു. ആരാണ്? യോഹന്നാന്റെ കൂട്ടത്തിലുള്ള രണ്ടുപേർ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. ഇവിടെയാണ് ശുശ്രൂഷ, യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുക. രണ്ടുപേർ യേശുവിനെ അനുഗമിച്ചു. നമ്മളും ഒരിക്കൽ ദൂത് കേട്ട് യേശുവിനെ അനുഗമിക്കാൻ, യേശുവിനെ ഫോളോ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചവരാ ഞാനും നിങ്ങളും, അല്ലേ? ഞാനും നിങ്ങളും ഈ യേശുവിനെ അനുഗമിപ്പാൻ, പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, ലോകത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാട് എന്ന ദൗത്യം അല്ലെങ്കിൽ ഈ ദൂത് കേട്ട് യേശുവിന്റെ പിന്നാലെ പോകാൻ ഇറങ്ങിത്തിരിച്ചവരാണ് ഞാനും നിങ്ങളും. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നോക്കിയേ, ഇനി അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. രണ്ടുപേരും യേശുവിന്റെ ഒപ്പം അനുഗമിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ യേശു ചോദിക്കുകയാണ്. യേശു തിരിഞ്ഞ് അവരെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. യേശുവിന്റെ തിരിച്ചുള്ള ചോദ്യം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നല്ല, എന്താണ് നിങ്ങൾ അവൻ പ്രതീക്ഷിക്കുന്നത് എന്നുമല്ല, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഇന്ന് പകൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? യേശുവിനെ അനുഗമിപ്പാൻ ഇറങ്ങിത്തിരിച്ച നമ്മളോട് ജോലിയോ അതോ ഭൗതിക നന്മയോ ആരോഗ്യമോ സൗഖ്യമോ എന്തിനാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്? നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? യേശുവിൻ ഇന്ന് പകൽ നമ്മളോട് ചോദിക്കുന്നത്, എന്ത് നിങ്ങൾ അന്വേഷിക്കുന്നു? അവരുടെ മറുപടി ശ്രദ്ധിച്ചു. അവരുടെ മറുപടി എന്തായിരുന്നു? ഈ രണ്ടുപേരെ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ വേണമെങ്കിൽ പറയാം, യേശുവേ, നിന്റെ ശിഷ്യനായിത്തീരാൻ, നിന്റെ ശിഷ്യന്മാരായിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണേ പറയാം. എന്നാൽ ഈ രണ്ടുപേര് പറഞ്ഞത്, യേശുവിന്റെ ചോദ്യവും അവരുടെ മറുപടിയും ശ്രദ്ധിച്ചോളാം. ആ ചോദ്യം ഇന്നും മുഴങ്ങുക. ഇറങ്ങിത്തിരിച്ച നമ്മളോട് ഈ 33 വർഷം ആനുവൽ പ്രോഗ്രാമൊക്കെ നടത്തി ദൈവസഭയോട് ദൈവം ചോദിക്കുക, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നിങ്ങൾ ഈ കർത്താവിൽ നിന്നും ഈ ദൈവത്തിൽ നിന്നും നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നീ എവിടെ പാർക്കുന്നു എന്നെനിക്കറിയാം. നീ എവിടെ പാർക്കുന്നു? അനുഗമിപ്പാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർ ചോദിക്കുന്നു. ശിഷ്യന്മാർ പറയാ, നീ എവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങേ ഒന്ന് ശരിക്കറിയാം. ഞാൻ അനുഗമിപ്പാനൊക്കെ ആഗ്രഹിച്ച് പിന്നാലെ വരിക, പക്ഷെ എനിക്ക് നിന്നെ നന്നായി അറിയാം. എനിക്ക് നന്നായി നിന്നെ ഒന്ന് മനസ്സിലാക്കണം. ആമേൻ. ഈ യേശുവിലേക്ക് ഒന്ന് നോക്കിക്കേ. യേശു പാർക്കുന്ന വീടിന്റെ വലിപ്പം നോക്കി പുറകെ പോകാനാണോ ഇറങ്ങിയത്? എവിടെയായിരിക്കാം യേശു പാർത്തത്? ജനിക്കാനോ വളരാനോ നല്ലൊരു ഭവനമില്ലാത്ത യേശു
യേശു പാർക്കുന്ന ഇടം എവിടെയായിരിക്കാം? നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഒരു ഉന്നത പദവിയിൽ ഉള്ള ഒരു മനോഹരമായ ഒരു വീട്ടിൽ നിന്നും ആയിരിക്കില്ല യേശു പാർത്തത്, അല്ലേ? മക്കൾ അല്ല സഹോദരങ്ങൾ എല്ലായിടത്തും തിരസ്കരിക്കപ്പെട്ട, കീഴ്ക്കിടക്കാൻ പാർപ്പിടമില്ലാത്ത ആ യേശുവിന്റെ പാർപ്പിടം കണ്ടിട്ടാണോ അവരനുഭവിച്ചത്? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് പറയാൻ ഇങ്ങനെയാണ്: എനിക്ക് അവനെ അറിയേണ്ടത്, അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ എനിക്ക് രുചിച്ചറിയേണ്ടതിനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് നമ്മളോട് പറയുന്നു, ഒന്ന് വന്ന് കാണുക. ഞാൻ പാർക്കുന്ന ആ സാന്നിധ്യം ഒന്ന് നീ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇനി ദൗത്യം ഇതാണ് നമ്മളോടുള്ള ഒന്നാമത്തെ ദൂത്. കർത്താവ് ചോദിക്കുക, സഹോദരി സഹോദര, നീ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചിട്ട് നീ എന്താ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കും? നീ എന്താണ് അന്വേഷിക്കുന്നത്? നീ എന്താ ആഗ്രഹിക്കുന്നത്? ആമേൻ. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിപ്പാനാണോ? ആ പാർക്കുന്ന ഇടമെന്ന് കാണാനാണോ? ആമേൻ. ഹല്ലേലൂയ. അത് ദൈവിക നാമൻ ആ സ്നേഹത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്നോ ആ കുഞ്ഞാടിനെ ഒന്ന് അനുഭവിച്ചറിയാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ, പാർക്കുന്ന ഇടം കണ്ടു കഴിഞ്ഞപ്പോൾ പല ശിഷ്യന്മാരും പറയുന്നുണ്ട്, യേശുവിലേക്ക് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ പാർക്കുന്ന ഇടം ഇടുക്കമാണ്, അതുകൊണ്ട് വിശാലത വേണം, അല്ലേ? അപ്പോൾ യേശു പാർക്കുന്ന വീടിന്റെ വിശാലത കണ്ടിട്ടാണോ യേശുവിനെ അനുഗമിച്ചത്? നിശ്ചയമായും ഇടുക്കമൊക്കെ ഉണ്ടാകാം, പക്ഷെ യേശുവിൽ നിന്നും ചിലതൊക്കെ അനുഭവിച്ചു. എന്നിട്ട് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് അമ്മകളിൽ നിങ്ങളൊന്ന് വായിച്ച്. യേശു പാർക്കുന്ന ഇടം പോയവർ കണ്ടു. അവർ കണ്ടിട്ട് റബി എന്ന് വെച്ചാൽ ഗുരു എന്ന്, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചാൽ അവരോട് വന്ന് കാണുകയും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവരോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ടിട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവരോട് പറഞ്ഞത്, നോക്കണം, വീടൊക്കെ പോയി കണ്ട് ആ താമസമൊക്കെ കണ്ടിട്ട് ഈ ശിഷ്യന്മാര് യോഹന്നാനോട് അല്ലെങ്കിൽ പത്രോസിനോട് പറഞ്ഞത്, ശീമോനോട് പറഞ്ഞത്, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത് കേട്ടോണം. ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. നോക്കണം, ഈ വീട് കണ്ട് സാഹചര്യമൊക്കെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങൾ കണ്ടത് വീടിന്റെ വലിപ്പമല്ല, ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട മശിഹയെ, തകരാകുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്ന മശിഹയെ ഞങ്ങൾ കണ്ടു. ദൈവഭാഗത്ത് വന്നിട്ട് ഈ മശിഹയെ തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ അവിടെയാണ് വിജയം. അവൻ വിടുതലിന്റെ പുറകെ പോകാൻ അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ വീടിന്റെ ശ്രേഷ്ഠതയല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. ആ വീടിനേക്കാൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന മശിഹ അവൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയായി വെളിപ്പെട്ടു വന്ന മശിഹയാണെന്നുള്ള കാഴ്ചപ്പാട് കിട്ടിയിട്ട് നമ്മളെല്ലാം കിട്ടിവരെ ബന്ധുക്കൂസുകാരായി ഇപ്പം കാകളം തിരിച്ചാൽ പോകാൻ റെഡിയാണ്. ഇപ്പം പാട്ട് പാടിയാൽ അമ്മ എന്ത് ചെയ്യും? നല്ല ഓണത്തിലൊരു പാട്ട് പാടിയാൽ ഇപ്പം പറന്നു പോകാൻ റെഡിയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഓർത്തോണം, ഒരു വലിയ ദൗത്യം ദൈവസഭയ്ക്കുണ്ട്. ഈ സത്യം അറിഞ്ഞിട്ട് ചിലരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ മശിഹയെ കണ്ടു എന്ന് പറയാൻ, യഥാർത്ഥ മശിഹയെ കണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ വീടിന്റെ വലുപ്പവും ആ ഒരു പുതിയൊരു പരിപാടി, ഒരു ശിഷ്യന്റെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ കൂട്ടത്തിൽ നിന്ന് അടുത്ത ഗുരുവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ ശ്രേഷ്ഠതയായിരിക്കാം പറയേണ്ടത്. വന്ന് കാണാൻ ആഗ്രഹിച്ചത് വീടാണ്, പക്ഷേ പറഞ്ഞത് വീടിന്റെ കാര്യമല്ല പറഞ്ഞത്. അവൻ പറഞ്ഞത് സർവശക്തന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ യേശുവിനെയാണ് പറയാൻ തയ്യാറായത്. അവൻ വരുമ്പോൾ അവൻ ഹല്ലേലൂയ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ വെളിപ്പാട് നമുക്ക് പ്രാപിക്കണം. ഞാൻ മശിഹയെ കണ്ടു, എന്റെ രക്ഷകനെ ഞാൻ കണ്ടു എന്ന് പറയാനും ചിലരെ കൂട്ടിക്കൊണ്ടുവരുവാനുമുള്ള ദൗത്യം ദൈവസഭ ഏറ്റെടുക്കണം. ഈ കാലഘട്ടങ്ങളിൽ അടുത്ത 2024 നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ പോക്കും അവൻ ലോകരാജ്യങ്ങളുടെ പോക്കും, വിശേഷാൽ ഇന്ത്യയുടെ ആ നിലയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമുക്കിവിടെ സ്വാതന്ത്ര്യത്തോടെയൊക്കെ ഇത്രത്തോളം ആരാധിക്കാൻ സൗകര്യമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമ്പോൾ തന്നെ മറ്റൊന്ന് മനസ്സിലാക്കണം. ഓരോ
ആമേൻ സ്റ്റേറ്റുകളും മണിപ്പൂരുകളായി മാറിക്കൊണ്ടിരിക്കുക. ആമേൻ ഹല്ലേലൂയ. ആമേൻ എത്രയോ സഭകൾ, എത്രയോ പള്ളികൾക്ക് ആമേൻ നശിപ്പിക്കുന്നു, തകർത്ത് കളയുന്നു. കഴിഞ്ഞ ദിവസം കണ്ടു ആമേൻ മുസ്ലിം ദേവാലയങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിൽ വല്ലാത്ത അനിഷ്ടാവസ്ഥയിലേക്ക് പോകുമ്പോൾ ആമേൻ യേശുവിനെ കണ്ടെങ്കിൽ ആ യേശുവിനെ മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യാനുള്ള ദൗത്യം ദൈവസഭയ്ക്കുണ്ട്. നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് വീടല്ല, എനിക്ക് വീടിനേക്കാൾ എൻ്റെ മഷിയെ ഞാൻ കണ്ടെത്തി. ആമേൻ മഷിയെ കണ്ടെത്തിയ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ഞാൻ മഷിയെ കണ്ടെത്തി. ആമേൻ. മഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുപ്പുകാരനെ കണ്ടെങ്കിൽ ആ വീണ്ടെടുപ്പുകാരനെ പ്രസന്റ് ചെയ്യാനുള്ള ദൗത്യവും ദൈവസഭയ്ക്കുണ്ട്. നാം വീടിനേക്കാൾ, ഭൗതിക നന്മയേക്കാൾ നമുക്ക് കാണേണ്ടത് അവനെ രുചിച്ചറിയണം. ആ വീട്ടിൽ ചെന്ന് 10 മണിയായിരുന്നാണ്, രാത്രി ചെന്നു, പിറ്റേ ദിവസം പറയുകയാണ് ഞാൻ മഷിയെ കണ്ടെന്ന്. വീട് കാണാനാണ് പോയത്. അമ്മയിലൊരു പിറ്റേ ദിവസം പറയാ ഞാൻ വീട് കണ്ടത്, ഞാൻ മഷിയെ കണ്ടത്. നമുക്ക് അവനെ കാണാം. പ്രത്യേകിച്ച് ദൈവം നമ്മെ സഹായിക്കും.